ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം. അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യുവർ ഓണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, your honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദമുയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത്. മിസ്റ്റർ കാളൂർ, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം. പ്രൊസീഡ്. ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്? അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. A witness has to be genuine, trustworthy, and above all, he or she should have an ethical code of conduct. 2 juvenile court കേസുകൾ, അതിൽ 2 attempt to molest a woman. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ the most elegant, most believable, most trustworthy witness in the profile. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷിയെ പ്രതിയായി ചിത്രീകരിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാക്ഷിയുടെ പാസ് റെക്കോർഡ്സ് നോക്കിയിട്ടല്ല മൊഴി രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൂഫ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൂഫ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. പിന്നെ മുൻകാല ജീവചരിത്രം നോക്കിയാണ് മൊഴി രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ മുൻകാല ചരിത്രം ഒരു വട്ടം ചർച്ച ചെയ്ത് എല്ലാവരും ഓർത്തെടുത്താൽ നന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദ റെക്കോർഡ്സ്, അഡ്വക്കേറ്റ് മുകുന്ദൻ. നടു റോഡിൽ പാതിരാത്രിക്ക് പല പുരുഷന്മാരുമായി മാറി മാറി ചുംബിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് സർവീസിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്വക്കേറ്റ് മൂന്നിന് സാക്ഷിയായിട്ട് ഇനി അതും പോരാതെ വരുവാവോ? പോലീസ് ഉദ്യോഗസ്ഥർ മതി. അത് കാളൂരിന്റെ സാക്ഷികളാവുമ്പോൾ ധാരാളം. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ പോലീസുകാരെ വിസ്തരിക്കണം. അസമയത്ത് ഈ പെൺകുട്ടി ഒന്നിലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട്, അല്ലേ? അതെ. അസമയത്തൊരു പെൺകുട്ടി. ആ, ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല. പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല. പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ ഓക്കെ. എന്താണ് ഈ അസാധാരണം? അത് പിന്നെ ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്.
ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം. എന്താണ് ഈ അസാധാരണം? ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാരബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. യുവർ ഓണർ, അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല, സാക്ഷി മൊഴികളെ വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, എന്തിന് ബഹുമാനപ്പെട്ട കോടതിയെ പോലും വിശ്വാസമില്ല. പിന്നെ എന്താണാവോ മിസ്റ്റർ മുകുന്ദന് വിശ്വാസം? കോടതി മുൻപാകെ ഒരു സാക്ഷിയെ, ഒരൊറ്റ സാക്ഷിയെ വിസ്തരിക്കാൻ ഞാൻ അനുവാദം തേടുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ കളൂര് ഇത്? ഒറ്റ സാക്ഷിയല്ലേ ഉള്ളൂ, വാദം മുന്നോട്ട് പോട്ടെ. ഇദ്ദേഹം ഹാജരാക്കിയതുപോലെ സാക്ഷികളുടെ ഒരു നീണ്ട പട്ടികയൊന്നും എനിക്കില്ല. ഒരൊറ്റ സാക്ഷി, ഒരേ ഒരു സാക്ഷി. ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. ഇരിക്കണം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ കുട്ടിക്ക് സംഭവിച്ചത് എനിക്കറിയാം. അന്ന് രാത്രി അവര് ആ വണ്ടിയിൽ അവര് 3 പേരുണ്ടായിരുന്നു. അതിലവനെ എനിക്ക് മറക്കില്ല ഒരിക്കലും. ഇത് കോടതിയാണ്. ഇവിടെ ആരോപണം മാത്രം പോരാ, തെളിവുകൾ വേണം. നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിച്ചില്ല? വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു വരിക. ഞാൻ ഇങ്ങനെയായിരുന്നില്ല. പക്ഷെ ഒറ്റ രാത്രി ഇന്ന് അവൾക്ക് സംഭവിച്ച പോലെ തന്നെ എനിക്ക് 3 ദിവസങ്ങൾക്കപ്പുറം ഞാനൊരു സായാഹ്ന പത്രത്തിലെ ലാസ്റ്റ് പേജ് ബോക്സ് ന്യൂസ് വാർത്തയ്ക്കപ്പുറം ഒന്നും ആകില്ലെന്നറിയാതെ ഈ കോടതിയുടെ മുന്നിൽ സത്യമായിട്ട് പറയാൻ ധൈര്യം കാണിച്ച എന്നെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? തെളിവുകളില്ലാതെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അനുഭവിച്ചതൊക്കെ നേരിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത കോടതിയോട് സാക്ഷിയായി എന്തുകൊണ്ട് പോലീസിൽ പോയി മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന ചോദ്യം ഉണ്ടല്ലോ. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതെന്തിയാണ്? ഇവിടെ എങ്ങനെയാണ്? വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും കോടതി സാക്ഷികളെ ചോദിച്ചു. തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസ് എവിടെയും എത്താതെ പോയി. സ്വന്തം കാര്യത്തിൽ കിട്ടാതെ പോയ നീതിയെ മറന്നുകൊണ്ട് ഇന്നവൾ വന്നത് കോടതിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടല്ല, മറിച്ച് കോടതിയിൽ എവിടെയോ ബാക്കിയുള്ള വിശ്വാസം കൊണ്ടാണ്. അഡ്വക്കേറ്റ് മുകുന്ദൻ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ഇത് കോടതിയാണ്. ഇവിടെ ഈ കേസും മറ്റേത് കേസും പോലെയാണ്. അവളെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി പറഞ്ഞയച്ചവരെ തിരിച്ചറിയുന്ന സാക്ഷിയുണ്ട്. ആ സാക്ഷി കണ്ട 3 പേർക്കും തൂക്കുകയർ വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ ഈ കളം വിടൂ. മിസ്റ്റർ മുകുന്ദൻ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ തൂക്കുകയറും വാങ്ങിക്കൊടുക്കാനല്ല കോടതികൾ. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. അഡ്വക്കേറ്റ് മുകുന്ദൻ, തീർന്നില്ല. കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ 1 മാത്രമാണത്. പക്ഷേ
ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ്? Hey, you are crossing the limits. You cannot question the court and for that I can enforce a code of conduct on you. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ണില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല. അവന് കണ്ണ് കാണാതാവു തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല 100 തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ. See, Mr. Mukundan, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. But as for the law, If the law has to change, yes, നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizens the right to freedom and the right to life. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ അന്യായ ഇടപെടലുകൾ നടന്നതായി കോടതിക്ക് വ്യക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ ഡിഫൻസ് കൗൺസിലിന് തൃപ്തിയുള്ള ഒരു പുതിയ ടീമിനെ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു. 164 CRPC പ്രകാരം സാക്ഷികളുടെ മൊഴിയെടുത്ത് യഥാർത്ഥ പ്രതികൾക്കെതിരെയുള്ള വിവരങ്ങൾ കോടതിക്ക് മുമ്പാകെ നേരിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മുഴുവൻ അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും 1 മാസത്തിനുള്ളിൽ കോടതി അതിന്മേൽ വിധി പറയുന്നതായിരിക്കുമെന്നും ഇതിനാൽ അറിയിക്കുന്നു. 4 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ക്യാമ്പസിലെ ക്ലാസ് റൂമിൽ തുടങ്ങി പോലീസ് സ്റ്റേഷനിലെ ചൂരകൾ വരെ. ചിന്നു ഇല്ലെങ്കിൽ ഞങ്ങളൊരു പക്ഷെ ഇവിടെ ഇല്ല. അവളിപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവളിവിടെ പോയിട്ടില്ല. പോവാൻ അവൾക്കാവില്ല. ഇപ്പൊ ഞങ്ങൾ കാണുന്ന ഓരോ പെൺകുട്ടിയിലും അവളുണ്ട്. അവൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഒരു പ്രോമിസ്. ഞാൻ ജീവിച്ചതുപോലെ പാദയാത്രയ്ക്ക് ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം. ഒരുപാട് പേര് ജീവിക്കണം. പക്ഷെ എനിക്ക് സംഭവിച്ച പോലെ ഭയം എന്ന വികാരം അതില്ലാതായത് അവളിലൂടെയാണ്. അതിനെ ജയിക്കുമ്പോൾ നമ്മളറിയും നമ്മളിലുണ്ടായിരുന്ന മറ്റൊരു ശക്തിയെ. അത് സ്വാതന്ത്ര്യമാണ്.
ലോകത്തിനോട് പറയാൻ ആഗ്രഹിച്ച ഒരു സത്യമുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷന്റെയും അവസരമല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സത്യം അത് തിരിച്ചറിയുന്ന നിമിഷം ഇതൊരു തുടക്കം മാത്രമാണ്. എന്റെ ചേട്ടനാ സുദേവൻ. പിന്നെ ആർക്ക് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള വളപ്പിൽ മനോജ് അറിയാതെ പറ്റിപ്പോയതാ. ചെലവുണ്ട്. ചേട്ടൊന്ന് സൂക്ഷിച്ചു വെക്കൂടെ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എടാ തന്നോടല്ല പോടോ. എനിക്കൊന്നാമതിന് പ്രാന്ത് പിടിച്ച് നീ വെക്ക്, ഞാൻ വിളിക്കാം. വെക്ക്. എന്താടാ നിങ്ങൾ എവിടെയായിരുന്നു? എടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു പയ്യനില്ലടാ അവിടെ. നിങ്ങളെന്താടാ ഡള്ളടിച്ചിരിക്കണത്? ഒന്നുമില്ല. ശരി, കേസന്വേഷണം അവർ രണ്ടുപേരിലേക്കും എത്തിയ അത് GK കൂടെ ബാധിക്കും. അയാൾക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തിയിട്ടുള്ളവരവര്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അയാളുടെ കസാര തെറിക്കും. അത് അയാൾക്കറിയാം. അതുകൊണ്ടാ കൊല്ലണം. എല്ലാം എൻ്റെ മക്കളെ. ഈ പൂട്ടാരെ വിളിച്ച് പോലീസ്.
ഇമോഷണലായി പ്രതികരിച്ചുവെങ്കിലും ഉള്ളുകൊണ്ട് അവരുടെ ആവേശത്തെ എന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. നിങ്ങൾക്കറിയാം, കലുഷിതമായ ക്യാമ്പസ് കലാപങ്ങളിലൂടെ തന്നെയാണ് എന്നിലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹം ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇങ്ങനെ ഒന്ന് അവരിൽ നിന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അവരെ വിശ്വസിച്ച, യുവാക്കളെ വിശ്വസിച്ച ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അവർ വഞ്ചിച്ചിരിക്കുന്നത്. വേണ്ട വേണ്ട എന്ന് എത്ര പറഞ്ഞാലും വേണം വേണമെന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീയൊക്കെ എന്തിനാ സാറേ? എഞ്ചിനീയേഴ്സാ, എഞ്ചിനീയേഴ്സ്. പഠിച്ച് പാസ്സായി വല്ല ജോലിക്ക് പോകാതെ വെറുതെ. കൊന്നത് ഞാനല്ലെങ്കിലും ഈ കേസ് കുഴിച്ചിട്ടത് ഞാനാ. വിദ്യാർത്ഥികളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനും ബാനർ കെട്ടാനും തല്ലാനും കൊല്ലാനും ചാവാനും വേണ്ടിയുള്ളവരാ. പക്ഷെ അവർ അവരുടെ അവകാശം മനസ്സിലാക്കിയ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ അധികാരമാണ്. അധികാരം അത് ചിലപ്പോഴെങ്കിലും ഏൽപ്പിക്കുന്നതല്ല, ജനങ്ങളുടെ എന്ന് പിടിച്ചു വാങ്ങുന്നതാണ്. മനസ്സിലായടാ? പറയാൻ വിട്ടുപോയി. നിങ്ങൾ അന്വേഷിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? സുദേവ, പാവം അനിയനെ കൊന്നതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയതാണ്. പക്ഷെ അവൻ അറിയില്ലല്ലോ ആ ദേഷ്യം കാണിക്കേണ്ടത് നിങ്ങളോടല്ല, എന്നോടാണ്. ചിന്നുകൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സഹപാഠികൾ അറസ്റ്റിൽ. സന്തോഷ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പരിസരമാകെ കോളേജ് വിദ്യാർത്ഥികൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ചിന്നു കൊലക്കേസിന്റെ ദൃക്സാക്ഷിയായി ഉണ്ണി എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ചിന്നുവിന്റെ സഹപാഠികൾ. ബാർ അസോസിയേഷനിൽ നിന്ന് അവന്മാർക്ക് വേണ്ടി ഒരുത്തനും ഹാജരാകില്ല. പെൺകുട്ടികളെ എന്താ വിശ്വസിച്ച് കോളേജിലേക്ക് വിടും? വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത് ഇനിയും തുടരുമോ? ചർച്ചയിലേക്ക് പോകാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി മീഡിയയിൽ വരൂ. സ്ത്രീ സുരക്ഷിതയല്ല, അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി അവരെ റിമാൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ തീരുമാനിക്കും അവരുടെ ആയുസ്. ബാർ അസോസിയേഷനിൽ നിന്നും ഒരു വക്കീൽമാരും അവർക്ക് വേണ്ടി വാദിക്കില്ല. ഇന്ന് കൃത്യം 11 മണിയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ചിന്നുവധ കേസ് ഇതിനോടകം തന്നെ സംസ്ഥാനമാകെ സംസാര വിഷയമായിരിക്കും. ആരോപിക്കപ്പെടുന്ന എന്റെ ഈ കക്ഷി കുറ്റം സമ്മതിച്ചതിനാൽ അദ്ദേഹം അല്ല കുറ്റം ചെയ്തത് എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്.
പക്ഷേ അതിലൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിൽക്കുന്ന എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? ഇത് ബോധിപ്പിക്കുന്നതിനായി രണ്ടുപേരെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. യു മേ പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. രവീന്ദ്രൻ അല്ലേ? എന്ത് ചെയ്യുന്നു? സിവിൽ പോലീസ് ഓഫീസർ. എവിടെ? സിറ്റി സെന്റർ സോൺ. യുവർ ഓണർ, the witness is a police officer. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ സിറ്റി സർക്കിൾ തന്നെ. Can you please explain? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്ന വഴിയാണ്. അന്ന് യൂണിഫോമിലല്ല, MG റോഡ് ജംഗ്ഷനിൽ ഇത്തിരി മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ എത്ര മണിയായി കാണും? അന്നേരം ഒരു രാത്രി 12:30 ആയിട്ടുണ്ടോ? രാത്രി 12:30. അപ്പോൾ അവരെവിടെയെങ്കിലും പോയിട്ട് വന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടോ? അങ്ങനെ ചെയ്യായിരുന്നു, തനിച്ചായിരുന്നെങ്കിൽ. തനിച്ചല്ലായിരുന്നു? അല്ല സർ, കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു കൂടെ. പറയൂ. പിന്നെ സർ, നടു റോട്ടിൽ വെച്ച് കെട്ടിപ്പുണർന്ന് ഉമ്മ വെക്കുന്ന സാർ കണ്ടത്. നടു റോഡിലോ? അതെ, ഒന്നല്ല, ഒരു 3-4 ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. മിസ്റ്റർ ജബ്ബാർ, നിങ്ങളുടെ സുഹൃത്ത് രവീന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഏതോ പാർട്ടി കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. മദ്യത്തിന്റെ ലഹരിയിലാണ് അവർ ഞങ്ങളോട്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അത് നിങ്ങൾ വല്ല കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല സാർ. ഒന്നാമത് അന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലല്ലായിരുന്നു. പിന്നെ പിള്ളേരില്ലേ സാറേ. അപ്പോ പിള്ളേരാണ് യുവർ ഓണർ, പുതിയ തലമുറയിലെ പിള്ളേർ. പാതിരാത്രിക്ക് മദ്യപിച്ച് സദാചാര പരിസര ബോധമില്ലാതെ നടു റോട്ടിൽ ചുംബിക്കുന്ന യൗവനത്തിന്റെ പേരാണ് ന്യൂ ജനറേഷൻ. താങ്ക് യു മിസ്റ്റർ ജബ്ബാർ, യു മേ പ്ലീസ് ലീവ്. യുവർ ഓണർ, ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച സുപ്രധാനമായ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിചയപ്പെടുത്താനായി ഞാൻ അങ്ങയുടെ അനുവാദം ചോദിക്കുകയാണ്. താങ്ക് യു യുവർ ഓണർ. ആസ് പെർ ദ റെക്കോർഡ്സ്, കൊല്ലപ്പെട്ട പെൺകുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചത് കോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കോൺവെന്റിലാണ്. തുടർന്ന് +1 +2 ഒരു ഗേൾസ് ഹൈസ്കൂളിൽ. അച്ഛനോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത തന്റെ ജീവിതത്തിൽ അന്നേ വരെ ഒരു ആൺകുട്ടിയുമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ പോലും സഹവസിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ആണെന്ന വർഗത്തിനോട് തോന്നാവുന്ന കൗതുകം തികച്ചും സ്വാഭാവികം. എന്നിട്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്ത കൊല്ലം മറ്റു ബ്രാഞ്ചസിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയും അതും അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് സ്വാഭാവികം. പക്ഷേ അതേ ആൺകുട്ടികളുമായി അർദ്ധരാത്രി അസമയത്ത് നടുറോട്ടിൽ മാറി മാറി പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിലെ അസ്വാഭാവികത എനിക്കെന്നല്ല, ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഇത് തെളിയിക്കുവാനായി ഒരാളെ വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രസാദ്. PW6 ഡോക്ടർ പ്രസാദ്. താങ്കൾ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി അല്ലേ? യെസ് യുവർ ഓണർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്റെ ട്രംപ് കാർഡ്. റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ യാദൃച്ഛികമല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച പേജ് നമ്പർ 9 and which says that within the last 2 months this girl has undergone an abortion. റെക്കോർഡ്സ് പ്രകാരം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ പെൺകുട്ടി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അബോർഷൻ ചെയ്തതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നു. Am I right, Dr. Prasad? Yes. As per our examination, at 4 months the fetus was aborted and we could confirm that it was a surgical abortion. So my lord, may I repeat my same question one last time? എന്റെ ഈ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കാരണം എന്റെ ഈ കക്ഷിയുടെ മുൻകാല റെക്കോർഡ്സ് പ്രകാരം ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ഇവിടെ മദ്യത്തിന്റെ ലഹരി എന്തെങ്കിലും അറിയാതെ ചെയ്തതാവാം. പക്ഷേ എന്റെ കക്ഷിക്ക് മുമ്പൊരിക്കലും മറ്റു ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു വികാരം ഈ പെൺകുട്ടിയോട് മാത്രം എങ്ങനെ തോന്നി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. She was at the wrong place at the wrong time with the wrong emotions.
ആയതിനാൽ എന്റെ കക്ഷിക്ക് നിയമത്തിന്റെ ഇളവുകൾ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. ആ ബാലു, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. റവന്യൂ മിനിസ്റ്റർ രാജിവെച്ചു. ഞങ്ങളതിന്റെ തിരക്കിലാണേ. നിങ്ങളുടെ ഇതിപ്പോ പ്രതിയെ കിട്ടിയല്ലോ. ഇനിയിപ്പോ പക്ഷേ ആ ട്രാക്ക് സെക്ഷനിലേക്ക് ബാലു, ഞാൻ തിരിച്ചു വിളിക്കാവേ. പിന്നെ നീ അവർ പറയണ കേട്ടു. ചേട്ടൻ സംഭവമില്ലേ? അവളില്ലേ ആ റേപ്പേഴ്സിലെ പെണ്ണ്, സംഭവം കേസ് ഇട്ടായിരുന്നു. ആ പിള്ളേരൊക്കെ വെച്ചോണ്ടിരിക്കണായിരുന്നു അതിനെ. പട്ടി എടാ ബാലു, ആരോ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ബാലു അല്ലേ? അതെ. ആരാ? ഞാൻ ആരാ, എന്തിനാ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഒന്നിനു പോലും ഞാൻ ഉത്തരം തരില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാവരുത്. സംശയിക്കണ്ട, ബാലുവിന് എന്നെ അറിയില്ല. നമ്മുടെ ഈ സംസാരത്തിന് ശേഷവും അതങ്ങനെ തന്നെയായിരിക്കും. ആയിരിക്കണം. അവളെ കൊന്നത് അവനല്ല. നമുക്കിടയിൽ ചോദ്യങ്ങളില്ല ബാലു. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങളും ഞാൻ കണ്ടതാ. ഇന്ന് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന അവൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇന്നിവിടെ വന്നത്. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. എന്നെ തേടി വരരുത്. വന്നാലും അവര് പറഞ്ഞാൽ വല്ല സത്യം ഉണ്ടാവണം ബാലു. അവരെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോറി. ഹലോ, ആ ശബ്ദം ഞാൻ ലാസ്റ്റ് കോൾ ഡീറ്റെയിൽസ് കണ്ട് വിളിച്ചതാ. അതെനിക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവർ പറഞ്ഞ ശരിയാണെങ്കിൽ അതിലൊരുത്തൻ ഒരു വിദ്യാർത്ഥിയും. അവനെ എനിക്ക്